ഇനി നമുക്ക് ബൈനറി സെർച്ച് അൽഗോരിതത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്താലോ? കമ്പ്യൂട്ടർ സയൻസിലെ ഇമ്പോർട്ടൻ്റ് അൽഗോരിതത്തിൽ ഒന്നാണ് ബൈനറി സെർച്ച് അൽഗോരിതം. ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു 10,000 ആളുകളുടെ പേരുവിവരങ്ങളുണ്ട്. നമ്മൾ ഇതിനെ റാൻഡംലി ഒരു വെള്ള പേപ്പറിൽ ലിസ്റ്റ് ചെയ്തു, അല്ല ഡിക്ഷണറി രൂപത്തിൽ A to Z എന്ന ക്രമത്തിൽ ആളുകളുടെ പേരുവിവരങ്ങൾ എഴുതി. ഈ ഡീറ്റെയിൽസിൽ നിന്നും നമ്മുടെ പേര് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ആയിരിക്കും കൂടുതൽ എളുപ്പം? തീർച്ചയായും രണ്ടാമത്തെ മെത്തേഡ് തന്നെയാണ് കൂടുതൽ എളുപ്പം, അല്ലേ? നമ്മുടെ പേരിന്റെ ലെറ്റർ വെച്ചിട്ട് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ബൈനറി സെർച്ച് അൽഗോരിതം ഉണ്ടായത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ തന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും 8 എന്ന നമ്പർ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനായി ഓരോ വാല്യൂയും സെർച്ച് ചെയ്യുന്നതിന് പകരം ലിസ്റ്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കും. ഇപ്പോൾ 5 ആണ് കിട്ടിയത്. 5 8നെ കഴിഞ്ഞും വലുതാണല്ലോ. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി സെർച്ച് നടക്കുന്നത് രണ്ടാമത്തെ ലിസ്റ്റിലാണ്. ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമ്മൾ മിഡ് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത 8 എന്നുള്ള വാല്യൂ അവിടെ കിട്ടിയിരിക്കുകയാണ്. ആ വാല്യൂ ഫൈൻഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി ലെഫ്റ്റിലോ റൈറ്റിലോ സെർച്ചിങ് തുടരേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറി സെർച്ച് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇതുപോലുള്ള ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്